സമയം കിട്ടുമ്പോൾ എടുത്ത് വായിച്ചു നോക്കണം. ദിനവൃത്താന്ത പുസ്തകം 1 ദിനവൃത്താന്തം അതിന്റെ 15, 16, 17 അധ്യായങ്ങളാണ്. ദാവീദ് ഒരു വലിയ തീരുമാനം എടുക്കുന്നുണ്ട്. സാവൂൾ രാജാവായിരുന്ന സമയത്ത് വാഗ്ദാന പേടകത്തെ കുറിച്ച് മറന്നുപോയി. ദാവീദ് രാജാവായ സമയത്ത് ആദ്യം എടുത്ത തീരുമാനം, നമുക്ക് കർത്താവിന്റെ വാഗ്ദാന പേടകം തിരിച്ചു കൊണ്ടുവരണം, ദൈവത്തിന്റെ ആരാധനയ്ക്ക് 1-ാം സ്ഥാനം കൊടുക്കണം. രാജാവായപ്പോ ദാവീദ് എടുത്ത ആദ്യത്തെ തീരുമാനമാണ് വാഗ്ദാന പേടകം തിരിച്ചു കൊണ്ടുവരണം. സാവൂളിന്റെ കാലത്ത് നമ്മളത് മറന്നുപോയി. 1-ാം സ്ഥാനം കർത്താവിന് കൊടുക്കണം, ആരാധനയ്ക്ക് കൊടുക്കണം. അങ്ങനെ ദാവീദ് വലിയ അകമ്പടിയോടുകൂടി, പ്രാർത്ഥനകളോടുകൂടി, വാദ്യഘോഷങ്ങളോടുകൂടി ദൈവത്തിന്റെ പേടകത്തെ ജെറുസലേമിലേക്ക് കൊണ്ടുവരികയാണ്. ദൈവത്തിന്റെ ആ ദേശത്തേക്ക് കൊണ്ടുവരികയാണ്. കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് കഴിഞ്ഞിട്ട് ദാവീദ് പുരോഹിതന്മാരെ നിയോഗിക്കും, പാട്ടുകാരെ നിയോഗിക്കും, കാഹളമൂത്തുകാരെ, സെക്യൂരിറ്റിയെ എല്ലാം നിയോഗിക്കും. ദൈവത്തിന്റെ പേടകത്തിന് കാവൽ നിൽക്കാൻ, ആരാധന നടത്താൻ. 16-ാമത്തെ അധ്യായത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിരന്തരം ബലിയർപ്പിക്കാൻ, രാവിലെയും വൈകിട്ടും ദഹന ബലി അർപ്പിക്കാൻ അവൻ പുരോഹിതന്മാരെ നിയോഗിച്ചു. അവിടുത്തെ വിളക്ക് കെട്ടുപോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശുശ്രൂഷകരെ നിയോഗിച്ചു. എന്ന് വെച്ചാൽ ദാവീദിന് ഒറ്റ തീരുമാനമായിരുന്നു, എന്നെ ഇതുവരെ നയിച്ച കർത്താവിന്റെ മുമ്പിൽ നിരന്തരം ആരാധന നടക്കണം. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ ഒരു തീരുമാനം എടുത്ത ദാവീദിന് കിട്ടിയ അനുഗ്രഹം എന്താണെന്നറിയോ? 1 ദിനവൃത്താന്തം 17 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കും. നാഥാൻ പ്രവാചകൻ വന്ന് ദാവീദിന്റെ അടുത്ത് വന്നിട്ട് ഒറ്റ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയും, ദാവീദേ, നിനക്കിഷ്ടമുള്ളത് ചെയ്തു കൊള്ളുക, കർത്താവ് നിന്റെ കൂടെയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ആരാധനയ്ക്ക് നിൽക്കുന്നവന്റെ കൂടെ കർത്താവ് ഉണ്ടാവും. ബലിപീഠത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, കർത്തൃ ശുശ്രൂഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന, വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, ബലിയർപ്പണത്തിനും നിത്യാരാധനയ്ക്കും പ്രാധാന്യം കൊടുക്കുന്ന ഒരുവന് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനം, അവൻ ഒറ്റയ്ക്കായി പോകത്തില്ല, കർത്താവ് അവന്റെ കൂടെ ഉണ്ടാകും. പറഞ്ഞേ ഹല്ലേലൂയ.